ഇന്ന് എന്ത് വിഷയത്തിനെ കുറിച്ചാ സാർ സംസാരിക്കുന്നത്? കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ ഹൃദയത്തിലെ രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, പിന്നെ അതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ചികിത്സയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. അതായത് 2 രീതിയിലാണ് ഹാർട്ടിൽ ബ്ലോക്ക്, അതായത് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞ പ്ലേക്ക് ഫോം ചെയ്യുന്നത്. ഒന്ന് പൂർണ്ണമായിട്ടും അടയുന്ന രീതിയിൽ, മറ്റത് ഭാഗികമായിട്ട് മാത്രം അടയുന്ന രീതിയിലാണ്. ഭാഗികമായിട്ട് മാത്രം അടയുന്ന രീതിയിലുള്ള പ്ലേക്കിന് ഉണ്ടാക്കുന്ന അസുഖമാണ് അഞ്ചൈന പെക്ടോറിസ്. അതായത് ഗുരുതരമായ ഒരു ചെസ്റ്റ് പെയിൻ അല്ല അഞ്ചൈന പെക്ടോറിസ്. പേഷ്യൻ്റ് നടക്കുമ്പോൾ കയറ്റം കയറുമ്പോൾ ചെറിയ ചെസ്റ്റ് ഡിസ്കംഫർട്ട് വരും. നിൽക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, ഇത് കഴിയുമ്പോൾ ആ ഡിസ്കംഫർട്ട് മാറും, പേഷ്യൻ്റ് വീണ്ടും തുറന്ന് നടക്കുക. അതിനാണ് അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയുക. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് അവസാനിക്കും. അതേസമയം കൂടുതൽ ഗൗരവമായ പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. ഈ അഞ്ചൈന പെക്ടോറിസിൽ മുഴുവൻ ബ്ലോക്ക് ഉണ്ടാവുന്നില്ല. 50%, 60%, 65% അല്ലെങ്കിൽ 70% ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടി ആവശ്യത്തിനുള്ള രക്തം ഹൃദയത്തിൽ കിട്ടാതെ വരുമ്പോഴാണ്, അതായത് നമ്മൾ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, ആ സമയത്ത് അത്രയ്ക്കുള്ള രക്തം കിട്ടാതെ വരുമ്പോഴാണ് ഈ പെയിൻ ഉണ്ടാവുക. 2 ഘടകങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേക്ക്. അത് ചിലപ്പോൾ 50%, 60%, 70% ഒക്കെ ഉണ്ടായിരിക്കും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് പ്ലേക്ക്. ആ പ്ലേക്ക് ഇനി ഒരു കീറൽ വരികയോ അല്ലെങ്കിൽ ഒരു പൊട്ടൽ വരികയോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് രക്തം കട്ട പിടിക്കും. അത് താൽക്കാലികമായി അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ് ആ ഭാഗത്ത് രക്തം കട്ട പിടിക്കുന്നത്. രക്തം കട്ട പിടിക്കുന്നതും പ്ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. പ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം, അനേക വർഷങ്ങൾ, 10, 15, 20, 30 വർഷങ്ങൾ കൊണ്ട് അവിടെ അടിഞ്ഞുകൂടുന്ന ആ മാലിന്യങ്ങൾ അവിടെ ഉറച്ച് ഉണ്ടാകുന്ന സംഗതിയാണ് പ്ലേക്ക്. അതേസമയം ഇത് ഈ പ്ലേക്കിന് ചെറിയൊരു പൊട്ടലോ അല്ലെങ്കിൽ കീറലോ ഉണ്ടായിട്ട് ആ സമയത്ത് അവിടെ രക്തം കട്ട പിടിക്കുന്ന, ഇപ്പം നമ്മുടെ മുറിവുണ്ടായി, ആ മുറിവിൻ്റെ ഭാഗത്ത് രക്തം കട്ട പിടിക്കില്ലേ താൽക്കാലികമായിട്ട്, അങ്ങനെയുള്ള അവസരത്തിൽ ഈ പ്ലേക്കുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോകും, ആ രക്തക്കട്ട വന്നിട്ട്. അങ്ങനെ വരുമ്പോൾ തീരെ രക്തോട്ടം ഇല്ലാതെ വരും. അതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാർഷൻ എന്ന് പറയുക. മയോകാർഡിയൽ ഇൻഫാർഷൻ എന്നാണ് ഈ ഹാർട്ട് അറ്റാക്കിന് പറയുന്ന മെഡിക്കൽ ടേം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് MI. മയോകാർഡിയൽ ഇൻഫാർഷൻ നമുക്ക് അതിൻ്റെ ഗൗരവം അനുസരിച്ച് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, സ്റ്റെമി. 2, നോൺ സ്റ്റെമി. സ്റ്റെമി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോമാണ് ST സെഗ്മെന്റ് എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർഷൻ. അതായത് നമ്മൾ ECG എടുത്താൽ ഇതാണ് ഒരു ECG. ഇതിന് നമ്മൾ P വേവ് എന്ന് പറയും, ഇത് Q വേവ് എന്ന് പറയും, ഇതിന് R എന്ന് പറയും, ഇത് S എന്ന് പറയും, ഇത് T എന്ന് പറയും. ST സെഗ്മെന്റ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ എസും ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ഇത് കുറച്ച് മുകളിലേക്ക് പോകും, ഇവിടേക്ക് വരും. ഇതിനാണ് നമ്മൾ ST സെഗ്മെന്റ് എലിവേഷൻ എന്ന് പറയുക. ഇങ്ങനെയുള്ള ഈ ST സെഗ്മെന്റ് എലിവേഷനോടുകൂടി ഉണ്ടായിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കുറച്ചുകൂടി സീരിയസ് ആണ്. അതേസമയം നോൺ ST സെഗ്മെന്റ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ താഴോട്ട് പോരും, ഇങ്ങനെ താഴോട്ട് പോരാ. അപ്പോൾ അത് അത്രയും ഗൗരവമുള്ളതല്ല. പക്ഷേ ചികിത്സ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കുറച്ചും കൂടി ഇത് അർജൻറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇതിന് അത്രയും ചിലപ്പോൾ വേണ്ടി വരില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റേ അഞ്ചൈന പെക്ടോറിസ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ നിന്നും അത്ര അധികം വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു എമർജൻസി എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ഒരു സംഗതി ഈ ഹാർട്ടിന് പ്രശ്നമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 325 മില്ലിഗ്രാം
ഉള്ള ഒരു ആസ്പിരിൻ ഗുളിക, അതായത് എൻട്രിക്കോട്ടൻ അല്ല, അതായത് അത് സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അങ്ങനത്തെ ഗുളിക നമുക്ക് സാധാരണ കിട്ടുക. ഇത് അങ്ങനത്തെ കോട്ടിംഗ് ഇല്ലാത്ത ഗുളിക, അതായത് ഇത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യണം, അതിന് വീട്ടിലാണ്. അങ്ങനെ കോട്ടിംഗ് ഇല്ലാത്ത ഒരു 325 മില്ലിഗ്രാം ഗുളിക, നോൺ എൻട്രിക്കോട്ടൻ ആസ്പിരിൻ എന്ന് പറയും, അത് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. ഇതിൽ സാധ്യതയുള്ള ആളുകൾ, ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അത് പറഞ്ഞല്ലോ, പ്രത്യേകത കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതാണ്. ആ വേദന അതിശക്തമായിരിക്കും, വേദന കൂടുതൽ നീണ്ടു നിൽക്കും, വേദന ഡയറ്റോളിസിൻ്റെ നാക്കിനിടയിലിട്ടാൽ പോവില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് ഇതിൻ്റെ വേദന. അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഈ ഗുളിക ഉടനെ തന്നെ നമ്മൾ കഴിക്കണം, 325. അത് ഈ അറ്റാക്കിൻ്റെ ഗൗരവത്തെ ഒരു നല്ല പരിധി വരെ കുറയ്ക്കും. കാര്യം ഒരു ചെറിയൊരു ഗുളികയാണ്, പക്ഷെ അതിന് വളരെ കാര്യമായിട്ടുള്ള ശക്തിയുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ. അപ്പോൾ ഒരു 325 മില്ലിഗ്രാം ഉള്ള ഒരു ആസ്പിരിൻ ഗുളിക അപ്പം തന്നെ നമ്മൾ കഴിക്കുക. നമ്മൾ പോക്കറ്റിൽ കിടക്കണം എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക്. ഹോസ്പിറ്റലിൽ എത്തിയാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്, ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് തന്നെ ആദ്യം പോകണം. ഇനി അഥവാ അതിന് സൗകര്യം കിട്ടിയില്ല, കുറച്ചുകൂടി ദൂരെയാണെങ്കിൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ECG എടുത്തിട്ട് ആ ECG ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് വാട്സപ്പ് ചെയ്യുക. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, ഇങ്ങനെ പേഷ്യൻ്റ് വരുന്നുണ്ട്, ഒരു ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉടനെ ചെയ്തു വെക്കണം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി കയറ്റാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ എത്ര നേരത്തെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു അത്രയും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കുന്നത്, നമ്മൾ അത്രയും പേഷ്യൻ്റ് സേവ് ചെയ്യാനുള്ള സാധ്യത അത്രയും കൂടും. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ECG എടുത്തിട്ട് ആ ECG ആൻജിയോപ്ലാസ്റ്റിക് സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള പേഷ്യൻ്റ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഒരു മയക്കാനുള്ള മോർഫിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ ആ മോർഫിൻ ഇഞ്ചക്ഷൻ ചെല്ലുമ്പോൾ പേഷ്യൻ്റ് കുറച്ചൊരു പെയിൻ്റൊക്കെ കുറവ് കിട്ടും, പേഷ്യൻ്റ് ആക്സിഡൻറ്റ് കുറയും. അങ്ങനെയുള്ള രീതിയിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചില പേഷ്യൻസിന് ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ മയക്കാർഡിയൽ ഇൻഫാർക്ഷനിൽ പേഷ്യൻസ് ഡെത്ത് ആവുന്നത് ആദ്യത്തെ മണിക്കൂറുകളിലാണ് കൂടുതൽ ഡെത്തിന് ചാൻസ് കൂടുക. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പേഷ്യൻസിൻ്റെ ഹൃദയതാളം, ഹാർട്ട് ബീറ്റിൻ്റെ റെഗുലാരിറ്റി അത് നഷ്ടപ്പെടും, ഹൃദയതാളം നഷ്ടപ്പെടും. ആ ഹൃദയതാളം നഷ്ടപ്പെടുന്നതാണ് പിന്നെ അത് ഗൗരവമായിട്ടുള്ള സ്ഥിതിയിലേക്കും അവസാനം കാർഡിയക് അറസ്റ്റിലേക്കും നീക്കുക. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ട ഒരു സംഗതി. ഇപ്പോൾ ഹൃദയതാളം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഇതിപ്പോൾ 72 നമ്മൾ ഹാർട്ട് ബീറ്റ് വിചാരിച്ചോളൂ, അത് പെട്ടെന്ന് ഫാസ്റ്റ് ആവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. അത് ചിലപ്പോൾ 150 അങ്ങനെയുള്ള റേറ്റിലേക്ക് തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് ഉണ്ട്, അത് ഇതിൽ വെച്ച് ഹാർട്ട് അതിവേഗം പടപടാന്ന് ഇടിക്കും. അത് നമ്മൾ പറയുന്നത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഹാർട്ട് പടപടാന്ന് ഇടിക്കുമെങ്കിലും, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇടിക്കുമെങ്കിലും ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല, അത് ഇൻഎഫക്റ്റീവാണ് ആ ഇടിപ്പ്. അപ്പോൾ ഹാർട്ടിൽ നിന്ന്, വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലേക്ക് രക്തം കടക്കുന്നില്ല, പമ്പ് ചെയ്യുന്നില്ല. അത് പിന്നെ എത്തുക കാർഡിയക് അറസ്റ്റിലേക്കാണ് എത്തുക. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട്, ഈ ഹൃദയതാളത്തിന് വ്യത്യാസം വരാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, മെറ്റപ്രലോൾ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ. ആ മെറ്റപ്രലോൾ ഇഞ്ചക്ഷനും ആ സമയത്ത് തന്നെ കൊടുക്കണം. അത് വേണ്ടി വന്നാൽ 5 മിനിറ്റ് കൂടെ റിപ്പീറ്റ് ചെയ്ത് 15 മില്ലിഗ്രാം വരെ 5 മില്ലിഗ്രാം ഇത് ഒരു 15 മില്ലിഗ്രാം വരെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേഷ്യൻറ്റ് നമ്മൾ സാധാരണ കഴിക്കുന്നത് ക്ലോപ്പിഡോഗ്രിൽ എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ എല്ലാവരും കഴിക്കുന്ന ഗുളിക ക്ലോപ്പിഡോഗ്രിൽ. അത് 75 മില്ലിഗ്രാമാണ് സാധാരണ നമ്മൾ കഴിക്കുക.
പക്ഷേ ഈ അവസരത്തിൽ അത് 600 മില്ലിഗ്രാം കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ അതിന് മുൻകൂട്ടിയായിട്ട് നമ്മൾ ഈ ക്ലോപ്ഡോഗറിൽ 600 മില്ലിഗ്രാം കൊടുക്കണം. അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ അത് 600 മില്ലിഗ്രാം കഴിച്ചിരുന്നാൽ ആ പേഷ്യൻ്റ് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുമ്പോഴേക്കും അത് മിക്കവാറും ശരീരത്തിലേക്ക് ആക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്ലോപ്ഡോഗറിൽ 600 മില്ലിഗ്രാം ആ പേഷ്യൻ്റ് അപ്പം തന്നെ കഴിക്കണം. ആൻജിയോപ്ലാസ്റ്റി ഉള്ള മുൻകൂറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇത് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമില്ലാത്ത ഹോസ്പിറ്റൽസ് ആണെങ്കിലും ചിലപ്പോൾ ഈ ഹാർട്ട് ബീറ്റിൽ ഇങ്ങനെ ക്രമം തെറ്റി വന്ന് അരത്തിയാന്ന് നമ്മൾ പറയുന്നത്. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ മാറ്റം വരുന്നത്, ഇങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ചികിത്സയുണ്ട്. അതിനാണ് നമ്മൾ പറയുക ഡീഫിബ്രിലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോവെർഷൻ എന്ന് പറയും. അതായത് നമ്മുടെ നെഞ്ചിലേക്ക് ഒരു 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 ഇതുള്ള സാധനം ഇങ്ങനെ വെക്കും, വെച്ചിട്ട് ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഡീഫിബ്രിലേറ്റർ എന്നാണ് അതിന് പറയുന്ന പേര്. അത് വെച്ചിട്ട് ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിലേക്കോ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷനിലേക്ക് പോയിട്ടുള്ള ഹാർട്ടിൻ്റെ ബീറ്റിങ് നോർമലിലേക്ക് വരും. ഇത് നേഴ്സുമാർക്ക് പോലും ചെയ്യാവുന്ന സംഗതിയാണ് ഈ ഡീഫിബ്രിലേഷൻ. പല വിദേശ രാജ്യങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെ ഡീഫിബ്രിലേറ്റർ വച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഒരു പേഷ്യൻ്റ് ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് പരിചയമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ ഇത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് കൊടുക്കാം. അങ്ങനെ പേഷ്യൻറ്റ് സേവ് ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രികളിലല്ല, പൊതുസ്ഥലങ്ങളിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്, ഡീഫിബ്രിലേറ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ, ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മരണങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണം സംഭവിക്കുന്നത് മിക്കവാറും 25% ആദ്യത്തെ ഏതാനും 1-2 മണിക്കൂറിനുള്ളിലായിരിക്കും സംഭവിക്കുക. 25% ആശുപത്രി എത്രയ്ക്കും പിന്നെ സംഭവിക്കും. പിന്നെ കുറച്ചൊരു 15%, ഏകദേശം 15 അല്ലെങ്കിൽ 20% ആശുപത്രിയിൽ എത്തി ചികിത്സയുടെ ഇടയിൽ സംഭവിക്കും. അപ്പം ഈ സമയത്തിന് നമുക്കൊരു ഡീഫിബ്രിലേഷൻ കൊടുക്കാൻ പറ്റിയാൽ നല്ലൊരു പങ്ക് പേഷ്യൻസിന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പം അത് നേഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഡോക്ടേഴ്സ് മിക്കവാറും അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ ആശുപത്രികളിലും അത് വയ്ക്കാൻ പറ്റും. ആൻജിയോപ്ലാസ്റ്റി ഒന്നും ഇല്ലാത്ത ആശുപത്രികളിലൊക്കെ അത് ഉണ്ടാവും മിക്കവാറും. തിയേറ്ററിലും ഇതൊക്കെ ആവശ്യം വരുന്ന സംഗതിയാണ്. അപ്പോൾ ഉണ്ടാവും. അപ്പം അത് വേണ്ടി വന്നാൽ അത് അവിടെ വെച്ച് തന്നെ കൊടുക്കുക. പിന്നെ പേഷ്യനെ കഴിയുന്നത് വേഗത്തിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. രീതിയിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട കേസാണെങ്കിൽ ഉടനെ തന്നെ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ചില അവസരങ്ങളിൽ ആ പേഷ്യൻസിന് ഈ രക്തം കട്ട പിടിച്ചത് അലിയിച്ച് കളയാനുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ചിലർ ചെയ്യാം. അതിന് നമ്മൾ പറയുക ത്രോംബോലൈസിസ് എന്ന് പറയും. ത്രോംബസ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട, ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ ഈ രക്തക്കെട്ട് അലിയിച്ച് കളയുന്നത്. അതായത് ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ പൊട്ടിയ ഭാഗത്ത് രക്തം കട്ട പിടിച്ച് വരുന്ന അതിനാണ് നമ്മൾ ത്രോംബസ് എന്ന് പറയുക. ഇതിനങ്ങനെ അലിയിച്ച് കളഞ്ഞാൽ ഈ പേഷ്യൻ്റ് ചിലപ്പോൾ തൽക്കാലത്തേക്ക് വലിയ പ്രശ്നമില്ലാതെ കിട്ടും. ചില കേസുകളിൽ ഇപ്പോൾ ഏകദേശം ഒരു 3-4 കേസുകളിലും അറ്റാക്ക് വരുന്ന 3-4 കേസുകളിലും ഈ രക്തക്കട്ട തനിയെ തന്നെ ഏതാനും ദിവസം കൊണ്ട് അലിഞ്ഞു പോകും. അപ്പം അത് നമുക്ക് അതിനെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ചില ആളുകളൊക്കെ സർവൈവ് ചെയ്യുന്നത്. ഈ രക്തക്കെട്ട് തന്നെ അലിഞ്ഞു പോയിട്ടാണ് ചിലർ സർവൈവ് ചെയ്യുക. അത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ പേഷ്യൻറ്റിന് ഈ ത്രോംബോലൈസ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകണം. ത്രോംബോലൈസ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പോകാനായിട്ട് താമസമുണ്ട്, അല്ലെങ്കിൽ അസൗകര്യമുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ത്രോംബോലൈസ് ചെയ്യുക. ത്രോംബോലൈസ് ഈ രക്തം കട്ട പിടിച്ചത് അലിയിച്ച് കളയാൻ 2-3 മരുന്നുകളാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് സ്ട്രെപ്റ്റോകൈനേസ് ആണ്. ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുറച്ച് ചിലവ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സ്ട്രെപ്റ്റോകൈനേസ്.
ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് റീറ്റേ പ്ലേസ് പിന്നെ ടിഷ്യൂ തോർമോപ്ലാസ്റ്റ് ആക്ടിവേറ്റർ. ടിഷ്യൂ ഇത് വന്നിട്ട് കുറേ നാളായി. അല്ലെങ്കിൽ TPA. ഇത് ഏതെങ്കിലും ആണ് സാധാരണ ഇതിപ്പോൾ ഉപയോഗിക്കുക. ഇത് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഏരിയകളിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ മറ്റേത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഇതൊക്കെ ചെയ്യാനായിട്ട് താമസം വരും എന്നുള്ള സാഹചര്യമാണെങ്കിലാണ് ഇതിലേക്ക് പോവുക. അല്ലെങ്കിൽ കഴിയുന്നതും ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ. ആൻജിയോപ്ലാസ്റ്റി ആദ്യമായിട്ട് തുടങ്ങുന്നത് 1977 സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ അന്ന് നമ്മൾ ഇന്നത്തെ പോലെയുള്ള ആൻജിയോപ്ലാസ്റ്റി അല്ല, അത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു ബലൂൺ കടത്തി വെച്ചാൽ ബലൂൺ വീർപ്പിച്ചിട്ട് അതിനെ ഡിസ്റപ്റ്റ് ചെയ്ത് ഇതാക്കുക, അതാണ്. പക്ഷെ അത് അത്ര ഫലപ്രദമായിരുന്നില്ല ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നീടാണ് സ്റ്റെൻറ്റ് വന്നത്, മെറ്റൽ സ്റ്റെൻറ്റുകൾ വന്നിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടിയെങ്കിലും പിന്നെയും അവിടെയും ബ്ലോക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന് പിന്നെ അടുത്ത ജനറേഷനായിട്ടാണ് വന്നത് ഈ ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെൻറ്റ്. ഈ സ്റ്റെൻറ്റ് ഇടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ആദ്യം ചെയ്യും. ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്റ്റെൻറ്റ് കടത്തി വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റെൻറ്റിന് വീർപ്പിക്കും. അപ്പോൾ അതിന് വേണമെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഒരു ബലൂൺ ഇത് വെച്ച് വീർപ്പിക്കാം, അല്ലാത്ത രീതിയിലും അത് വീർപ്പിക്കാം. അങ്ങനെ ആ സ്റ്റെൻറ്റിന് വീർപ്പിച്ചിട്ടാണ് അവിടെ സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ സ്റ്റെൻറ്റ് വെച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇതിനെ വീർപ്പിച്ച് അവിടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് ഇത് കാൽസ്യം കൊണ്ടുള്ള പ്ലേക്കുകൾ. അപ്പം ചില പ്ലേക്കുകളിലാണ് ഈ കാൽസ്യം വരിക. ഈ കാൽസ്യം വന്നാൽ ഈ പ്ലേക്ക് വളരെ ഹാർഡായിരിക്കും. അപ്പം ഈ വളരെ ഹാർഡായിട്ടുള്ള ഈ കാൽസ്യം പ്ലേക്കുകളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെൻറ്റ് വെച്ചിട്ട് മാത്രം പറ്റില്ല, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റ് വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം റോട്ടാ ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്യും, റോട്ടാ ബ്ലേഡ്. ഇനി റോട്ടാ ബ്ലേഡൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. 1.2 lakhs വരും ഒരാൾക്ക് ഉപയോഗിക്കുന്ന റോട്ടാ ബ്ലേഡ്. ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1.2 lakhs വരും അത് മാത്രം. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ കല്ല് പൊടിക്കുന്ന വേറെ സംവിധാനമുണ്ട്, ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ആ കല്ല് പൊടിച്ചിട്ട് പിന്നെ സ്റ്റെൻറ്റ് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഈ കല്ല് പൊടിക്കുന്ന ലിത്തോട്രിപ്സിക്ക് അത്യാവശ്യം നല്ല കോസ്റ്റാണ്, നിയർലി 2 lakhs rupees വരും. അപ്പോൾ അങ്ങനെയുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ കൊണ്ടൊന്നും സംഗതി തീരില്ല. അതിന് അത്യാവശ്യം നല്ലൊരു പൈസ ചിലവ് വരും അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അത് എല്ലാ ആശുപത്രികളിലും അതിനുള്ള ചിലപ്പോൾ സൗകര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക. അപ്പോൾ പിന്നെ ചില അവസരങ്ങളിൽ ഈ ബ്ലോക്ക് കുറച്ച് ഈ രക്തധമനിക്ക് കുറച്ച് ഒരു വളവോ ബ്രാഞ്ചിങ്ങോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വരാം. അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. അത് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ പൊതുവേ ഇപ്പോൾ വിജയകരമായിട്ട് നമ്മൾ സ്റ്റെൻറ്റ് ഇടുന്നുണ്ട്. എങ്കിലും ഒരു ചെറിയൊരു മരണനിരക്ക്, ഒരു 1% താഴെ മരണനിരക്ക് ഇപ്പോഴും ഉണ്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ. അതിന് പറ്റാത്ത കേസുകൾ, ഇപ്പോൾ അത് വളരെയധികം കൂടുതൽ ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി വിജയകരമായില്ല, അങ്ങനെയൊക്കെ കാണുന്ന കേസുകൾക്ക് മറ്റേ ബൈപ്പാസ് സർജറി ചെയ്യും. ബൈപ്പാസ് സർജറിക്ക് ഏകദേശം 2% മരണനിരക്കുണ്ട്. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റൊക്കെ വേണമല്ലോ. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ 10-12 മണിക്കൂർ കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആംബുലൻസ് ആവാം, എണീറ്റ് നടക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നെ അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണ അഞ്ചേരം പെക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ തന്നെയുണ്ട്. അതായത് ഈ ഇത് പ്ലേറ്റ്ലെറ്റ് കട്ട കൂടാതിരിക്കാതെ കൊടുക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡോഗിൽ, പിന്നെ ഇത് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളുണ്ടല്ലോ. ബീറ്റാ ബ്ലോക്കേഴ്സ് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ്, ബെറ്റപ്രലോള്, ബിസപ്രലോള്, ഇങ്ങനെയുള്ള മരുന്നുകൾ. പിന്നെ ഇത് പിന്നെ AC ഇൻഹിബിറ്റേഴ്സ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ പിന്നെയും ഇങ്ങനെയുള്ള പേഷ്യൻസ് കൂടെ. പിന്നെ എല്ലാവർക്കും ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് എല്ലാവർക്കും കൊടുക്കണം. അത് പിന്നെ നിർബന്ധമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ. അതായത് ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ റോസോസ്റ്റാറ്റിൻ, എറ്റോസ്റ്റാറ്റിൻ, എസിറ്റോയിബ്, പിന്നെ ഇൻഗ്ലിസിരാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇൻഗ്ലിസിറാൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഒരു കൊല്ലത്തിൽ 2 ഇഞ്ചക്ഷൻ മാത്രം വെച്ചാൽ മതി. ദിവസം ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടി കൊളസ്ട്രോൾ കുറയും. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അതിന് കൊടുക്കുക. പിന്നെ ഈ നൈട്രേറ്റ്സ് നാക്കിനടിയിൽ വയ്ക്കുന്ന ഗുളിക സാധാരണ ഇത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആവശ്യം വരാറില്ല, അത് കൊടുക്കാറുമില്ല. പിന്നെ പിന്നെ അവരുടെ മറ്റ് ഇതിന് കൂട്ടത്തിലുള്ള അസുഖങ്ങൾ, ഇപ്പോൾ പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ളതൊക്കെയാണ് അത് കൺട്രോൾ ചെയ്തിരിക്കണം. ഇത്രയൊക്കെ തന്നെയാണ് അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളതൊക്കെ ചെയ്യാനുള്ളത് ഇത്രയൊക്കെ ഇതായിരിക്കും.